ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ചാന്തൂസ് വ്ളോഗിൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരു ലോങ് വീഡിയോസും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണല്ലോ പറയാറ്. പക്ഷേ ഇപ്രാവശ്യം അത്തം കറുത്തതേ ഉള്ളൂ കേട്ടോ, ഓണം വെളുത്തിട്ടില്ല. കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണമില്ല കേട്ടോ. കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടതുകൊണ്ട് ഇത്തവണ ഓണാഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ സ്പെഷ്യൽ ഡേ കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കാതെ ആദ്യം ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇന്ത്യനൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള അമ്പലമാണെങ്കിലും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. പുറമേ എല്ലാവരും മഹാഗണപതി ക്ഷേത്രം എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ശിവനും വിഷ്ണുവും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഉപദേവനായ ഗണപതി ഭഗവാനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ സമയമാകുമ്പോൾ ഒരുപാട് കുട്ടികൾ പേനയുമായി ഇവിടെ വരാറുണ്ട്. ഈ പേന പൂജിച്ചിട്ട് അതേ പേന കൊണ്ട് പരീക്ഷ എഴുതിയാൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും വിജയിക്കാനും കഴിയുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് പരീക്ഷാകാലമായിരിക്കുമ്പോൾ പേന പൂജയ്ക്കായി ഒരുപാട് പേരാണ് ഇവിടെ എത്താറുള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഒറ്റാപ്പം. ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന പ്രത്യേക വഴിപാടാണിത് കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നന്ദിയുടെ പ്രതിഷ്ഠ നാലമ്പലത്തിനുള്ളിലായിരിക്കും കാണാറുള്ളത്. പക്ഷേ ഇവിടെ നന്ദി പുറത്താണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടവും സാധാരണ ദിവസങ്ങളിൽ അടഞ്ഞു കിടക്കുന്നതാണ്. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ആ കവാടം തുറക്കാറുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഇരുവശത്തുമായി 2 കുളങ്ങളുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നല്ലോ, അതുകൊണ്ട് കുളവും ചുറ്റുമുള്ള പച്ചപ്പും അമ്പലത്തിൻ്റെ ആ അന്തരീക്ഷവും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. മഴയായതുകൊണ്ട് എല്ലാവരും കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. തിരുവോണത്തിൻ്റെ ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവിടെ ഇരിക്കാനുള്ള ടൈമൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ച ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ നെസ്റ്റോയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പ് തുടങ്ങി കേട്ടോ. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാ റെസ്റ്റോറൻറ്റുകളും ഇന്ന് അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഓണമായതുകൊണ്ട് എവിടെയും തുറന്നിട്ടില്ല. അങ്ങനെ ഓരോ കടയും നോക്കി നോക്കി അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടോ. അതിലാണെങ്കിൽ നോക്കിയപ്പോൾ വെജിറ്റേറിയൻ ഫുഡൊന്നുമില്ല. ദോശ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെജിറ്റേറിയൻ ഒന്നുമില്ല. പിന്നെ വിശപ്പ് ആയപ്പോൾ എന്ത് വേണമെങ്കിൽ കഴിക്കാമല്ലോ. അങ്ങനെ അവസാനം പൊറോട്ടയും ബീഫും തന്നെ കഴിച്ചു കേട്ടോ. ഓണമില്ലാത്ത ഓണക്കാലത്ത് ഞങ്ങളുടെ ഓണസദ്യ ഇതായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി സ്റ്റുഡിയോ കണ്ടു കേട്ടോ. സ്റ്റുഡിയോ ഒന്ന് തുറന്നിട്ടുണ്ടേ. അങ്ങനെ പിന്നെ വെറുതെ പോകണ്ടല്ലോ എന്ന് കരുതി സ്റ്റുഡിയോയിൽ ഒന്ന് കയറി കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലെത്തിയപ്പോൾ ചെറിയൊരു സദ്യയും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഓണാഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും വീട്ടിലുള്ള ചെറിയൊരു സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ അതും പായസവും കൂടി കഴിച്ചു. ഇന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടോ. പിന്നെ പറയാൻ മറന്നുപോയി, ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു അമ്പല ദർശനവും ഒരു ഷോപ്പിങ്ങും പൊറോട്ടയും ബീഫും സ്റ്റുഡിയോയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. അപ്പോൾ അത്തം കറുത്തു ഓണം വെളുത്തില്ല. പക്ഷേ ഇന്നത്തെ ദിവസം മോശമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.